പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂവും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ജീവിക്കുന്ന സുന്നികളായ ഷാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും ഒക്കെ ഫോളോ ചെയ്ത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മഹാന്മാർ കണ്ടെത്തിയ ഇജ്തിഹാദ് ചെയ്ത കർമ്മശാസ്ത്രവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ള ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളും പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് സുന്നികൾ. സമസ്തയിലെ പണ്ഡിതന്മാരും അതിന്റെ അനുയായികളും അങ്ങനെയാണ്. എന്നാൽ സമസ്തയുടെയും അതുപോലെ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഈ മദ്ഹബിന്റെ അയിമ്മത്തുകള് കർമ്മപരമായ വിഷയത്തിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും ഫിർഔനിനേക്കാളും ഹാമാനിനേക്കാളും ഖാറൂനിനേക്കാളും അബൂജഹലിനേക്കാളും അബൂലഹബിനേക്കാളും മറ്റു സർവ്വ ലോകത്തുള്ള മുഴുവൻ അവിശ്വാസികളെക്കാളും വലിയ കാഫിറും മുശ്രിക്കുമാണ് എന്നാണ് നമ്മുടെ ബാലുശ്ശേരി പറയുന്നത്. ഈ ബാലുശ്ശേരി അംഗീകരിക്കുന്ന സുന്നികൾ മുഴുവനും കാഫിറാണെന്ന് വാദിച്ച ഹജ്ജിന് വരുന്ന 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഭൂരിപക്ഷവും അവർ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ബാലുശ്ശേരി മൗലവിയെയും അവന്റെ അനുയായികളോടും ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സുന്നികളൊക്കെ ഇസ്ലാമെന്ന് പുറത്തുപോയ മുശ്രിക്കുകളും അബൂജഹലിനേക്കാളും വലിയ കാഫിറുകളുമാണ് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, സുന്നികളായ ധാരാളം ആളുകളെ നിങ്ങൾ, അതായത് നിങ്ങളുടെ ഭാഷയിൽ മുശ്രിക്കുകളായ ആളുകളെ നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിമാണ്, ഇവർ മുശ്രിക്കുകളാണ് അല്ലെങ്കിൽ മുശ്രിക്കത്തുകളാണ്, അവരുടെ മക്കളാണ്. ഈ വിവാഹം സഹിയാകുമോ? ഒരു മുസ്ലിം അവിശ്വാസിയെ കാഫിറത്തിനെ വിവാഹം ചെയ്താൽ വിവാഹം സഹിയാകുമോ? നിങ്ങളുടെ വിവാഹം സഹി അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമല്ലേ? അതുപോലെ അനന്തരാവകാശം, ലാ യരിസുൽ മുസ്ലിമുൽ കാഫിറ വലൽ കാഫിറുൽ മുസ്ലിമ. ഒരു മുസ്ലിം കാഫിറിനെ അനന്തരെടുക്കൂല, ഒരു കാഫിർ മുസ്ലിമിനെയും അനന്തരെടുക്കാൻ പാടില്ല. മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ കാഫിറായ മക്കൾക്ക് അനന്തരം കിട്ടൂല, കാഫിറായ മനുഷ്യൻ മരിച്ചാൽ മുസ്ലിമിനും അനന്തരം കിട്ടൂല. ഇത് വിശുദ്ധമായ തിരുനബി പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ വാപ്പ മുസ്ലിം ആയിരുന്നില്ലല്ലോ, അവർ കുത്തുബിയത്ത് ഓതുന്നവരും മാല എഴുതുന്നവരും. ഈ ബാലുശ്ശേരി തന്നെ പറയുന്നുണ്ട്, മൗലൂദ് ഓതുകയും മാല ചൊല്ലുകയും ചെയ്യുന്ന ആളായിരുന്നു എന്റെ ഉമ്മാന്ന്. ആ ഉമ്മയുടെയും വാപ്പയുടെയും അനന്തര സ്വത്ത് നിങ്ങൾ എടുക്കലില്ലേ? ഒരു കാഫിറിന്റെ അനന്തര സ്വത്ത് മുസ്ലിം എടുക്കാൻ പാടുണ്ടോ? നിങ്ങളത് ആരിന്റെ യഥാർത്ഥ അവകാശിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അവകാശമില്ലാതെ എടുത്ത സ്വത്ത് നിങ്ങളല്ലേ ഹലാലല്ലാത്ത മാർഗത്തിലൂടെ അതുമായി നടക്കുന്നത്? എന്നിട്ട് ഓതുന്നുണ്ട് എന്ത് ബാത്തിൽ കൊണ്ട് ഭക്ഷിക്കരുത് എന്ന ആയത്ത്. അതുകൊണ്ട് നിങ്ങൾ എടുത്ത അനന്തര സ്വത്ത് തിരിച്ചു കൊടുക്കണം. അതുപോലെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സുന്നികൾ ഇമാമത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? സുന്നികൾ ഇമാമത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മഅ്മൂമായി നിൽക്കാറില്ലേ? ഞാൻ ചോദിക്കുന്നു, കാഫിറായ അബൂജഹല് ഇമാമത്ത് നിന്നാൽ നിങ്ങൾ മഅ്മൂമാകുമോ? സുന്നികൾ അബൂജഹലിനെക്കാട്ടി വലിയ മുശ്രിക്കും കാഫിറുമാണ്, ഫിർഔനിനെക്കാട്ടി വലിയ മുശ്രിക്കും കാഫിറുമാണെന്ന് പറയുന്ന നിങ്ങൾ എന്തിന് ഞങ്ങളെ ഇമാമായി തുടർന്ന് നിസ്കരിക്കുന്നു? കാഫിറിനെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകോ? നിങ്ങൾ നിസ്കാരം ഫുള്ള് ബാത്തിലല്ലേ? ചോദിച്ചതിന് മറുപടിയുണ്ടോ? നിങ്ങൾക്ക് പൈസ കിട്ടുന്നിടത്ത്, അനന്തര സ്വത്ത് കിട്ടുന്നിടത്ത് നിങ്ങൾക്ക് കുഫറും ഇസ്ലാമൊന്നുമില്ല. പൈസന്റെ വിഷയത്തിൽ നിങ്ങൾ അതൊക്കെ കയ്യിലൊക്കെ വെച്ചിട്ടില്ലേ? അതൊക്കെ തിരിച്ചു കൊടുക്കും, അതിന്റെ അവകാശികൾ എടുക്കട്ടെ. അവര് കാഫിറുകളായ, അതായത് നിങ്ങളുടെ ഭാഷയിൽ സുന്നികളായ ആളുകൾ എടുത്തുകൊള്ളട്ടെ. നിങ്ങൾ എന്തിനെ നിങ്ങളുടെ വാപ്പമാര് മുസ്ലിം കാഫിറുകള് എന്ന് വിശ്വസിക്കുന്ന ആ വാപ്പമാര് അനന്തര സ്വത്ത് എടുക്കുന്നു? നിങ്ങൾക്ക് പൈസന്റെ വിഷയത്തിൽ കുഫറും ശിർക്കൊന്നില്ലേ? തൊള്ള തിരിഞ്ഞാല് നേരം വെളുത്താല് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാതെ നിങ്ങൾക്ക് പിന്നീട് രാത്രി ഉറക്കം വരാറില്ല. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആ കാഫിറിന് സലാം ചെല്ലുമോ?
നിങ്ങൾ കാഫിറാണെന്ന് അബൂജഹലിനെക്കാട്ടിയും കുഫറാണെന്ന് വിശ്വസിക്കുന്ന ഷിർക്കാണെന്ന് വിശ്വസിക്കുന്ന സുന്നികൾക്ക് എന്തിന് സലാം ചെല്ലണം? അതോടുകൂടെ ചോദിക്കുന്നു, കാഫിറായ മനുഷ്യൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാമോ? നിങ്ങൾ ആ സുന്നി മരിച്ചാൽ നിങ്ങൾ എന്തിനു മയ്യത്ത് നിസ്കരിക്കണം? അവര് കുഫറാണ് ഷിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഹജ്ജിന് വരുന്ന 5 ലക്ഷത്തോളം ആളുകൾ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ അവരെ മയ്യത്ത് എന്തിനു നിസ്കരിക്കണം? അതുപോലെ ഞാൻ ചോദിക്കുന്നു, യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് കുത്തുബത്ത് നടത്തിയ മൊല്ലാക്ക അറുത്ത അല്ലെങ്കിൽ ഉസ്താദ് അറുത്ത മൃഗത്തെ നിങ്ങൾ തിന്നാറുണ്ടോ, ഭക്ഷിക്കാറുണ്ടോ? കാഫിർ അറുത്തത്, മൃഗത്തെ അറുത്താൽ അത് ഭക്ഷിക്കാൻ പറ്റുമോ? അത് ശവമല്ലേ, അത് ഭക്ഷിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ തന്നെ വിശ്വാസമില്ലേ? ഈ കാര്യങ്ങൾ 6 കാര്യങ്ങൾ, അതിന് ഉത്തരം പറയാൻ ഏത് വഹാബിയ തയ്യാറുള്ളത്? ഫൈസൽ മൗലവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ഷിർക്ക് എന്ന് പറയുള്ളൂ, കാഫിർ എന്ന് പറയില്ല, മുശ്രിക്ക് എന്ന് പറയില്ല. ഷിർക്ക് എന്ന് പറയുള്ളൂ, ഷിർക്ക് ചെയ്യുന്നവർ എന്ന് പറയും, മുശ്രിക്ക് എന്ന് പറയില്ല. കള്ള് കുടിക്കുന്നവെന്ന് പറയും, കള്ള് കുടിയെന്ന് പറയില്ല. സിന ചെയ്യുന്നവെന്ന് പറയും, സിന ചെയ്യുന്നുണ്ടെന്ന് പറയും. സിന ചെയ്യുന്നവനെ പറ്റി സിന ചെയ്യുന്നവെന്ന് പറയില്ല. ഇങ്ങനൊരു പൊട്ടത്തരം ചങ്ങായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് പലപ്പോഴും സുന്നികളെ മുശ്രിക്കുകളാണ് എന്ന് പച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഈ വിഭാഗം മറുപടി പറയണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.